പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ആത്മാവിൽ കർത്താവിനെ ഒരുമിച്ചൊന്നും മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് തോന്നി ഈ പോഡിയം ഒത്തിരി സൈഡിലാണ്, ഇച്ചിരി സെൻറ്ററിലോട്ട് മാറ്റിയിടുകയാണെങ്കിൽ സൗകര്യമായിരുന്നു. ഈ മീറ്റിങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസീദാസന്മാരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. തികഞ്ഞ പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ, വലിയ ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ച് ഇന്ന് രാത്രി യോഗത്തിൻ്റെ അധ്യക്ഷൻ പാസ്റ്റർ പി ജി യേശുദാസ്, അതുപോലെ PBFൻ്റെ പ്രസിഡൻറ്റ് പാസ്റ്റർ സെബാസ്റ്റ്യൻ അവരുകൾ, അതുപോലെ സെക്രട്ടറി പാസ്റ്റർ എബ്രഹാം, അതുപോലെ പാസ്റ്റർ തോമസ് വർഗീസ്, ഈ PBFൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ഈ വേദിയിൽ ഞാൻ ജനിക്കുന്നതിന് മുൻപ് വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിത്തിരിച്ച ബഹുമാന്യരും ആദരണീയരുമായിട്ടുള്ള കർത്തൃദാസന്മാർ, ദൈവസഭയുടെ നേതൃനിരകളിൽ ദൈവം നിർത്തിയിട്ടുള്ള ദൈവദാസന്മാർ, അതുപോലെ എൻ്റെ സ്നേഹിതരായി ഈ സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിക്കുന്ന എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ പോൾസൺ കണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെല്ലാവരെയും സ്നേഹത്തോടെ വന്ദനം ചൊല്ലുന്നു. തികഞ്ഞ പ്രാർത്ഥനയോടെ, അതിലേറെ പ്രതീക്ഷയോടെ, ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ആഴമായി നമ്മോട് സംസാരിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഈ ആഴ്ച പാഷൻ വീക്കാണ്. സ്തോത്രം. ക്രൈസ്തവ സമൂഹം ലോകത്തെമ്പാടും യേശുക്രിസ്തുവിൻ്റെ മരണത്തെ, യേശുക്രിസ്തുവിൻ്റെ അടക്കത്തെ, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ ഓർക്കുന്ന ദിവസങ്ങൾ. സ്തോത്രം. അതുകൊണ്ട് തന്നെ ക്രൂശീകരണ സംബന്ധമായി ചില ആലോചനകൾ, ദൂതുകൾ, ചില വെളിപ്പാടുകൾ നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിച്ച് ഈ യോഗത്തിന് അവസാനം കുറിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ പോൾസൺ അല്പം മുമ്പ് പാടിയത് കാൽവറി ക്രൂശിലെ സ്നേഹത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് ഒട്ടും കുറയ്ക്കാതെ വേഗം നമ്മൾ ദൈവവചനത്തിലേക്ക് വരാൻ പോവുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. വാക്യം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ അടയ്ക്കാം. അധരങ്ങൾ ദൈവം ഭാഗത്ത് തുറക്കാം. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആത്മമണ്ഡലം തുറന്നു വരട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥന. ഇത് വളരെ വിശാലമായൊരു ഗ്രൗണ്ടാണ്, പാലക്കാട് കോട്ട മൈതാൻ. ഇന്ന് രാത്രി കോട്ട മൈതാനത്തിൻ്റെ മീതെ ആത്മമണ്ഡലം തുറന്നു വരട്ടെ. ഈ അന്തരീക്ഷം യേശുവിൻ്റെ നാമത്തിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടട്ടെ. വിശ്വസിക്കുന്ന എല്ലാവരും ചേർന്ന് ചില മിനിറ്റുകൾ ആത്മനിറവിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഈ ഗ്രൗണ്ടിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്തോത്രത്തിൻ്റെ, സ്തുതിയുടെ ശബ്ദം ഉയർന്നു വരട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ജീസസ്. പരിശുദ്ധാത്മാവേ, ഇത് അങ്ങയുടെ രാത്രിയാണ്. ഈ പരസ്യ മൈതാനത്തിൽ അങ്ങ് ഇന്ന് രാത്രി ഇറങ്ങി വന്ന് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു ജീസസ്. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുത്തെ സാന്നിധ്യത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുകയാൽ സ്തോത്രം. ആത്മമണ്ഡലം ഇന്ന് രാത്രി തുറക്കപ്പെടട്ടെ. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ അവനവരുടെ ബുദ്ധിയെ തുറന്നുവെന്ന് വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി ജനത്തിൻ്റെ ബുദ്ധിയെ അവിടുന്ന് തുറക്കണമേ. അസാധാരണത്വമുള്ള ചലനങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തണമേ. ഏറ്റവും ഒടുവിൽ തീരുമാനത്തിലേക്ക് ചിലരെ കൊണ്ടുവരണമേ. യേശുവിന് വേണ്ടി വേർതിരിയുന്ന ചിലർ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ എഴുന്നേൽക്കട്ടെ. സ്വർഗം അത് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ സ്നേഹിതൻ്റെ നേതൃത്വത്തിൽ ലിവിംഗ് വേ TV-യിലൂടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 2:2 നമ്മൾ വായിച്ചത്. ക്രൂശിക്കപ്പെട്ടവനായി യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ. വാക്യത്തിൻ്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുൻപ് കൊരിന്ത്യർ ലേഖനത്തെക്കുറിച്ച്
ഇതിനെക്കുറിച്ച് ഒറ്റ വാക്ക് പറഞ്ഞ് നമ്മുടെ വാക്യഭാഗത്തേക്ക് വരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, പൗലോസിന്റെ തൂലികത്തുമ്പിലൂടെ പുതിയ നിയമസഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള ഈടുറ്റ തികവുറ്റ കിടയറ്റ 14 ലേഖനങ്ങൾ. ഈ 14 ലേഖനങ്ങളെ ദൈവശാസ്ത്ര വീക്ഷണത്തിൽ നിന്നിട്ട് 4 ഭാഗങ്ങളായി നമുക്ക് തരംതിരിച്ചു പഠിക്കാനായിട്ട് കഴിയും. അതിൽ ഒന്നാമത്തെ ഭാഗം രക്ഷാകേന്ദ്രീകൃത ലേഖനങ്ങളാണ്. അത് റോമലേഖനം, 1, 2 കൊരിന്തിയ ലേഖനങ്ങൾ, ഗലാത്യ ലേഖനം, ഇങ്ങനെ 4 ലേഖനങ്ങൾ ഉൾപ്പെടുന്നതാണ്. പിന്നീടുള്ള ലേഖനങ്ങൾ എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃത ലേഖനങ്ങളാണ്. അത് എഫേസ് ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, ഇങ്ങനെ പടർന്നു കിടക്കുകയാണ്. പിന്നീടുള്ള 2 ലേഖനങ്ങൾ തെസ്സലോനിക്ക ലേഖനങ്ങൾ, അവ അന്ത്യകാല ശാസ്ത്ര ലേഖനങ്ങളാണ്. അതിനുശേഷമുള്ള ലേഖനങ്ങളെല്ലാം തന്നെ സഭാശാസ്ത്ര ലേഖനങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഗണമാണ് ഈ രക്ഷാശാസ്ത്ര ലേഖനങ്ങൾ എന്ന് പറയുന്നത്. രക്ഷയുടെ ആവശ്യകത, രക്ഷിക്കപ്പെട്ടവന്റെ പദവി, രക്ഷിക്കപ്പെട്ടവന്റെ ഭാവി, രക്ഷിക്കപ്പെട്ടവന്റെ സ്ഥാനം, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങളാണ് ഈ ലേഖനങ്ങൾ നമ്മോട് ചർച്ച ചെയ്യുന്നത്. അതിൽ കൊരിന്തിയ ലേഖനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ച് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ പറഞ്ഞുകൊണ്ട് ഈ ലേഖനം അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി ഞാൻ ആ വാക്ക് പറയാം. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പറഞ്ഞുകൊണ്ട് ആരംഭിച്ച് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന അനുഗ്രഹീതമായ ഒരു അവതരണ ശൈലി. ഈ 2 കാര്യങ്ങളും ഒരുപോലെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്യഭാഗമാണ് നമ്മൾ വായിച്ചത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. വാസ്തവത്തിൽ എന്താ ആ പറയുന്ന വാക്കിൻ്റെ അർത്ഥം? മറ്റൊന്നുമേ അറിയാത്തവനല്ല എന്നല്ല, മറ്റൊന്നുമേ അറിയാത്തവനായി ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ക്രൂശിക്കപ്പെട്ടവനായവന്റെ മുൻപിൽ മറ്റെല്ലാം മറക്കാൻ താൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. എന്ന് പറയുമ്പോൾ പൗലോസ് വിദ്യാബഹുത്വമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് രാജാവ് പറഞ്ഞത്, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. അപ്പൊ പൗലോസിന് വിദ്യാബഹുത്വമുണ്ട്. വിദ്യാബഹുത്വം എന്ന് പറയുമ്പോൾ തക്ഷശില പോലെ, നളന്ദ പോലെയുള്ള പ്രാചീന വിദ്യാപീഠങ്ങളിൽ ഒന്നായ ഗമാലിയലിന്റെ പാദപീഠം, സ്കൂൾ ഓഫ് ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് അഭ്യസിച്ച വ്യക്തിയാണ് പൗലോസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. പൗലോസിന്റെ പ്രാവീണ്യം ഭയങ്കരമാണ്. അത് പല നിലകളിലാണ്. ദൈവശാസ്ത്ര പ്രാവീണ്യം, ഭാഷാ പ്രാവീണ്യം, സാഹിത്യ വിഷയങ്ങളിലെ പ്രാവീണ്യം, അങ്ങനെ പല നിലകളിൽ പറയാൻ കഴിയും. ഭാഷാ പ്രാവീണ്യം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ട്രാൻസ്ലേഷൻ്റെ ആവശ്യമുണ്ട്. എല്ലാവരും എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തരൊന്നുമല്ല. പലർക്കും ട്രാൻസ്ലേഷൻ വേണം. പക്ഷെ പൗലോസിനെ സംബന്ധിച്ച് അക്കാലഘട്ടത്തിൻ്റെ സംസാര ഭാഷ അരാമ്യ ഭാഷ, അരാമ്യ ഭാഷയിൽ സംസാരിക്കുവാൻ, അരാമ്യ ഭാഷയിൽ പ്രസംഗിക്കുവാൻ അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ട്. അതുപോലെ തന്നെ അക്കാലഘട്ടത്തിൻ്റെ വിശുദ്ധ ഭാഷ, അതാണ് എബ്രായ ഭാഷ. എബ്രായ ഭാഷയിൽ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. ബൈബിളിൽ അതിന് തെളിവുകളുണ്ട്. അതുമാത്രമല്ല, അക്കാലഘട്ടത്തിൻ്റെ ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ് ഗ്രീക്ക് ഭാഷ. ഗ്രീക്ക് ഭാഷയിലും അസാധാരണത്വമുള്ള പ്രാവീണ്യം പൗലോസിനുണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഭാഷയിലും പ്രസംഗിക്കുവാൻ പ്രാപ്തൻ. അതുപോലെ തന്നെ സാഹിത്യ ഭാഗങ്ങളിൽ അസാധാരണമായ ഗ്രാഹ്യമുള്ള മനുഷ്യൻ. ഇതെല്ലാമാണെങ്കിലും തൻ്റെ ജ്ഞാനമെല്ലാം, തൻ്റെ വൈഭവമെല്ലാം ക്രൂശിക്കപ്പെട്ടവൻ്റെ മുൻപിൽ മറക്കുവാൻ തീരുമാനിക്കുകയാണ്. എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം? തനിക്ക് ലഭ്യമായ സർവജ്ഞാനത്തിനും മീതെയാണ് ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചുള്ള വെളിപ്പാട്, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവനെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്നുള്ള ബോധ്യം. ഇവിടെ പൗലോസ് പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ച ശാസ്ത്ര ചിന്തകളെക്കാൾ, ഞാൻ പഠിച്ച സാഹിത്യ ചിന്തകളെക്കാൾ, ഞാൻ പഠിച്ചിട്ടുള്ള എല്ലാ വിദ്യാമേഖലകളെക്കാൾ ഏറ്റവും ഉന്നതനായി നിൽക്കുന്ന ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിൻ്റെ മുൻപിൽ മറ്റെല്ലാം മറക്കാൻ തീരുമാനിച്ചു. അവിടെ തീരുമാനിച്ചു എന്ന പദമല്ല എഴുതിയിരിക്കുന്നത്, നിർണയിച്ചു എന്ന പദമാണ്. ഒന്നുകൂടെ നിങ്ങളെ വാക്യം നോക്കി. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു എന്നാണ് പറയുന്നത്. ഈ നിർണയിച്ചു എന്ന് പറയുന്ന വാക്കില്ലേ, നിർണയിച്ചു, അതിന് ഭയങ്കര അർത്ഥഗാംഭീര്യമുള്ള ഒരു വാക്കാണ്. നിർണയിച്ചു അത് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വാക്കാണ്. നിർണയിച്ചു
എന്ന് പറയുന്നത്. നിർണയിച്ചു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ യെശയ്യാ പ്രവചനം 24-ാം അധ്യായത്തിലേക്ക് പോകണം. അതിൻ്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, സ്തോത്രം, സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവൻ ആർ? അവന്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കുന്നവൻ ആർ? അപ്പൊ ദൈവം നിർണയിച്ചാൽ ദുർബലമാക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം കൈ നീട്ടിയാൽ മടക്കാൻ ആർക്കും കഴിയത്തില്ല. അതാണ് നിർണയം. ഈ നിർണയത്തെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന വാക്കാണ് ഡിറ്റർമിനേറ്റ് കൗൺസിൽ ഓഫ് ഗോഡ്. മാറ്റം വരാത്ത ദൈവത്തിൻ്റെ പദ്ധതികൾ. ഇത് പഴയ പുതിയ നിയമങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിർണയിച്ചു. ഇനി യെശയ്യാ പ്രവചനം 14-ാമത്തെ വാക്യത്തിൽ യഹോവ ആണയിട്ട് അരുളി ചെയ്യുന്നു, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. ഒട്ടും തന്നെ സംശയമില്ലാത്ത കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചതുപോലെ സംഭവിക്കും, ഞാൻ നിർണയിച്ചതുപോലെ നിവർത്തിയാകും. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പ്രഖ്യാപനം. അതിനെ നമുക്ക് വിളിക്കാൻ കഴിയുന്ന പേരാണ് നിർണയം. ആ വാക്കാണ് ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടവനായവനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. എന്താണ് പൗലോസ് അങ്ങനെ പറയാൻ കാരണമായി തീർന്നത്? ക്രൂശിക്കപ്പെട്ടവൻ്റെ ആ വ്യക്തിപ്രഭാവം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പ്രിയരെ. എന്താണ് ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ? ഗതികേടിൻ്റെ നെല്ലിപ്പലകയിൽ ചെന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമല്ല കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. അത് മനസ്സിലാക്കാൻ വളരെ ലളിതമായിട്ട് ഞാൻ പറയാം. അന്നത്തെ നാടുവാഴിയായ പീലാത്തോസിൻ്റെ ദൗർബല്യമോ, ഇസ്കരിയോത്ത യൂദാവിൻ്റെ സാമി ഭക്തിരാഹിത്യമോ, ശീമോൻ പത്രോസിൻ്റെ ഭീരുത്വമോ, പരീശന്മാരുടെ മതഭ്രാന്തോ അതൊന്നുമായിരുന്നില്ല യേശുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ പിന്നിലെ കാരണം. റോമാക്കാർ അവനെ പിടിച്ച് ക്രൂശിച്ചതുകൊണ്ട്, ഗതികേട് കൊണ്ട് മരിച്ചതല്ല യേശു ക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിക്കാൻ ജനിച്ചവരാ. മരിക്കാൻ ജനിച്ചയാരാ? എല്ലാവരും ജീവിക്കാൻ ജനിച്ചതാണ്. മരണത്തെക്കുറിച്ച് കേൾക്കാൻ തന്നെ നമുക്കിഷ്ടമില്ല. ഞാൻ ഇന്നലെ അടൂര് ഒരു യോഗത്തിന് പ്രസംഗിക്കാൻ ചെന്നപ്പോൾ എൻ്റെ പ്രസംഗത്തിന് മുമ്പ് ആ യോഗത്തിൽ രക്ഷിക്കപ്പെട്ട ഒരാളിൻ്റെ സാക്ഷ്യം പറയുന്നത് കേട്ടു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന പാട്ട് കൺവെൻഷൻ വേദിയിൽ പാടുന്നത് കേട്ട് പേടിച്ച് വന്നിരുന്ന് കൺവെൻഷൻ കേട്ട ഒരാളെക്കുറിച്ച് ഞാൻ ഇന്നലെ കേൾക്കുകയുണ്ടായി. സാക്ഷ്യം പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞത്, എൻ്റെ സഹോദരങ്ങളെ, മരിക്കുന്നത് പോയിട്ട് മരണത്തെക്കുറിച്ച് പാടുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള മനസ്സാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. മരണമെന്ന് പറയുന്നത് ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. മേരി ജോൺ തോട്ടം പറയുന്നുണ്ട്, ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും വിട്ടു നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണിതാകിയാൽ കരത്തിലുള്ളതൊക്കെ അതിർത്തിയിൽ ത്യജിക്കണം. അപ്പം മുറുകെ പിടിച്ചതൊക്കെ അതിർത്തിയിൽ ത്യജിച്ചേ പറ്റത്തുള്ളൂ. ഇത് സത്യമാണ്. ഇത് സത്യമാണെങ്കിലും മനുഷ്യൻ മരിക്കുമെന്നുള്ളത് ഉറപ്പാണെങ്കിലും മനുഷ്യനും മരിക്കാൻ ഭയമാണ്. നമുക്കെല്ലാം ജീവിക്കാനാണ് ഇഷ്ടം. ഞാൻ ഈ വിഷയം പറയുമ്പോൾ സാധാരണ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ വല്യപ്പച്ചന് 92-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. 92 വയസ്സിൽ മരിക്കുന്നു എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. 92-ാമത്തെ വയസ്സിലും അല്പസ്വല്പം പ്രായത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പച്ചൻ ഈ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് കിടന്നത്. അപ്പം കിടന്നു കഴിഞ്ഞപ്പോൾ എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ഇവിടെ വരെ ഒന്ന് വരണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് എന്നെ സൗഖ്യമാക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വന്ന് കർത്താവിൻ്റെ വേല ചെയ്യാം. ഡയബറ്റിക് ഇല്ലാത്ത, പ്രഷർ ഇല്ലാത്ത, കൊളസ്ട്രോൾ ഇല്ലാത്ത അപ്പച്ചൻ 92-ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് പറഞ്ഞത്, സൗഖ്യമാക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ വേല ചെയ്യാമെന്ന്. അത് വേല ചെയ്യാനുള്ള ആവേശമൊന്നുമല്ല, മരിക്കാതിരിക്കാൻ ഒരു സാധ്യതയുണ്ടെങ്കിൽ ആ വഴി അന്വേഷിച്ചത്. ഞാൻ പറഞ്ഞത്, മരിക്കാൻ ആർക്കും താല്പര്യമില്ല, നമുക്കൊക്കെ ജീവിക്കാനാണ് താല്പര്യം. 92-ാമത്തെ വയസ്സ് വന്നാലും ജീവിക്കാനാണ് താല്പര്യം. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു മരിക്കാൻ വേണ്ടി ജനിച്ചയാളാണ്. രാമൻ പറഞ്ഞാട്ട്, യേശു മരിക്കാൻ വേണ്ടി ജനിച്ചതാണ്.
ഇത് ഒരു വലിയ വലിയ ഒരു സംഭവങ്ങളിലൂടെയാണ് ഈ വിഷയം സംഭവിക്കുന്നത്. അത് വാസ്തവത്തിൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് വേണം നമ്മൾ അത് മനസ്സിലാക്കാൻ. അതിന് ഏതാണ്ട് 7 പടികളുണ്ട്. 7 പടികൾ. സ്തോത്രം. അതിൽ ഒന്നാമത്തെ പടി എന്ന് പറയുമ്പോൾ അവൻ ദൈവരൂപത്തിലിരിക്കെ. ആ വാക്യം നിങ്ങൾ എടുത്തെങ്കിൽ നല്ല സൗണ്ടാണ്, പക്ഷേ എനിക്ക് ഇത് ഈ മോണിറ്റർ ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഒന്ന് മാനേജ് ചെയ്യാമോ? സ്തോത്രം. വായിക്കാമെങ്കിൽ വായിച്ചോ. ഫിലിപ്പിയ ലേഖനം 2:6 മുതലുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ 7 പടികളാണ് താൻ ഇറങ്ങി വന്നത്. ഞാൻ അത് ഓരോന്നായിട്ട് പറയാൻ പോകുക. ഒന്ന്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ. യേശു, കേട്ടോണേ, യേശു ദൈവരൂപത്തിൽ ഇരിക്കെ. വാസ്തവത്തിൽ അവിടുന്ന് ദൈവരൂപത്തിൽ ഇരിക്കെ എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ഡയലോഗുകൾ നടക്കുന്ന ഒരു വിഷയം കേട്ടോ. ദൈവരൂപത്തിലിരിക്കെ, സത്യത്തിൽ ദൈവരൂപത്തിലിരിക്കെ എന്നല്ല, ദൈവമായിരിക്കെ. മലയാളത്തിലാണ് ദൈവരൂപത്തിലിരിക്കെ എന്ന് പറയുന്നത്. കണ്ടംപററി ഇംഗ്ലീഷ് വേർഷൻ പറയുന്നത് ക്രൈസ്റ്റ് വാസ് ട്രൂലി ഗോഡ്. അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. ക്രൈസ്റ്റ് വാസ് ട്രൂലി ഗോഡ്. ഹല്ലേലൂയ. ഗുഡ് ന്യൂസ് ബൈബിളിന്റെ അകത്ത് പറയുന്നത് he always had the nature of God. 2 പദങ്ങൾ ശ്രദ്ധിച്ചോ. ഒന്ന്, truly God. 2, he always had the nature of God. ക്രൈസ്റ്റ് ദൈവമാക്കപ്പെട്ടവനല്ല, അവിടുന്ന് ദൈവമാണ്. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുക. ക്രൈസ്റ്റ് ദൈവമാണ്. രാമൻ പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ. ഞാൻ നിങ്ങളോട് പറയാം, ദൈവശാസ്ത്ര വിഷയത്തിൽ ക്രിസ്തുശാസ്ത്രം ആക്രമിക്കപ്പെട്ടതുപോലെ ഉലക ചരിത്രത്തിൽ വേറൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല. അത് അപ്പോസ്തോലന്മാരുടെ കാലഘട്ടം തൊട്ട് ഇന്ന് വരെ അങ്ങനെ തന്നെയാണ്. അതന്നെ ഈ ക്രിസ്തുശാസ്ത്രത്തെ ഇത്ര കാര്യമായിട്ട് ആക്രമിക്കുന്നത്. കാര്യം പറയാം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ മരണത്തിലും അവിടുത്തെ പുനരുദ്ധാനത്തിലുമാണ്. ഈ അടിത്തറ തകർക്കപ്പെട്ടാൽ ക്രിസ്തീയ വിശ്വാസത്തെ തകർക്കാം എന്നുള്ള സാത്താന്യ അജണ്ട നിമിത്തമാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കടന്നാക്രമിക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ യേശു സാക്ഷാൽ ദൈവമാണെന്ന്, ആമേൻ, ബൈബിൾ കൃത്യമായിട്ട് അടിവരയിട്ട് തെളിയിച്ചിരിക്കുകയാണ്. അതാ ഇവിടെ പറയുന്നത്, ക്രൈസ്റ്റ് വാസ് ട്രൂലി ഗോഡ്. സ്തോത്രം. വിശേഷിച്ച് 1 തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാമണ്ണം വലിയത് എന്ന് പറയുന്ന 6 കൂട്ടം കാര്യങ്ങൾ കിടപ്പുണ്ട്. അതിൽ 1-ാമത്തെ കാര്യം, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. 2-ാമത്തെ കാര്യം, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. 3-ാമത്തെ കാര്യം, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. അതിൽ 1-ാമത്തെ കാര്യം മാത്രം ഞാൻ പറയാം. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. മലയാളത്തിൽ ആ പദം, ഇംഗ്ലീഷ് ബൈബിളിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടെന്നല്ല, ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് എന്നാണ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീന്റെ പച്ച മണ്ണിൽ, സ്തോത്രം, കീറ്റുശീലക്കകത്ത് കിടന്നവൻ
ദൈവമായിരുന്നവനാണ് ജഡത്തിൽ ഇറങ്ങി വന്നതാ. ഒരാമേൻ പറഞ്ഞാട്ട്. യേശുക്രിസ്തുവിന്റെ ആരംഭം ബേഥലഹേം എഫ്രാത്തയിലല്ല. മലാക്കി 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അത് പറയുന്നുണ്ട്. ആമേൻ. അവന്റെ മീഖ പ്രവചനം 5:2. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും. അപ്പൊ അവിടുന്ന് പുരാതനൻ ആണ്, പക്ഷേ അവിടുന്ന് ജഡത്തിൽ ഇറങ്ങി വന്നത് ബേഥലഹേം എഫ്രാത്തയിലാണെന്നേ ഉള്ളൂ. അതാ പൗലോസ് പറഞ്ഞത്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പൊ ആരാ ക്രൈസ്റ്റ്? ദൈവം. ഒന്നുകൂടെ ഞാൻ പറയാം, ആരാ ക്രൈസ്റ്റ്? ദൈവമാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, ആരാണ് ക്രൈസ്റ്റ്? ദൈവമാണ് ക്രൈസ്റ്റ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. നിങ്ങൾ കേൾക്കണം, ക്രൂശിക്കപ്പെട്ടവന്റെ മുൻപിൽ മറ്റെല്ലാം മറക്കാൻ തീരുമാനിച്ചുവെന്ന് പറയുന്ന പൗലോസിന്റെ വാക്കുകളുടെ അർത്ഥഗാംഭീര്യം, അവിടുന്ന് സാക്ഷാൽ ദൈവമായിരുന്നു. സ്തോത്രം. ദൈവമായിരുന്നു. സാക്ഷാൽ ദൈവം. സാക്ഷാൽ ദൈവം എന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയുന്നത് ക്രിയേഷൻ ആണെന്ന്. അല്ല, ക്രിയേറ്ററാണ്. സൃഷ്ടിയല്ല, സൃഷ്ടികർത്താവാണ്. ഹല്ലേലൂയ. ഈ KV സൈമൺ സാറിന്റെ ഒരു പാട്ടുണ്ട്, ശ്രീ നരപതിയെ സിയോൻ മണാളനെ. വളരെ അർത്ഥവത്തായ പാട്ടാണ്. ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങളെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് KV സൈമൺ സാർ പാടിയ പാട്ടാ. അതിനകത്തൊരു പാട്ടുണ്ട്, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണാളനെ. ശ്രീ നരപതിയെ സിയോൻ മണാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതി കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. കേട്ടോ? അതിന്റെ അടുത്ത ഭാഗത്തേക്ക് പാടി വരുമ്പം, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഈ ക്ലിഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ പട്ടിനുള്ള മൂലവസ്തുവിനെ സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാം കിടപ്പ് കണ്ട് ഞാൻ നമിക്കുന്നേ. ആരാ ഇത്? കീറ്റുശീലക്കകത്ത് പൊതിയപ്പെട്ട് കിടക്കുക, പക്ഷെ പട്ടിനുള്ള മൂലവസ്തുവിനെ സൃഷ്ടി ചെയ്ത ദൈവമാ. അതാ പൗലോസ് പറയുന്നത്, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ, അവിടുന്ന് ദൈവമായിരിക്കെ. 2, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. നിങ്ങളുടെ വാക്ക് ശ്രദ്ധിച്ചോണേ, ദൈവത്തോടുള്ള സമത്വം. വാസ്തവത്തിലെ ദൈവത്തോടുള്ള സമത്വം എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറയുന്ന യോഹന്നാൻ 5:18, മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ഗോഡ്. സ്തോത്രം. ദൈവത്തോടുള്ള സമത്വം. അവിടുന്ന് ദൈവത്തോട് സമത്വമുള്ളവനാണ്. സാരാംശത്തിൽ, സത്തയിൽ ദൈവത്തോട് സമത്വമുള്ളവൻ. അതാ ഇവിടെ പറയുന്നത്. ആ സമത്വം മുറുകെ പിടിക്കാതെ. ഫിലിപ്പ് ലേഖനം 2:6 അത് പറയുന്നുണ്ട്. He did not try to remain equal with God. ആ ഇക്വാലിറ്റിയിൽ തുടരണമെന്ന് നിർബന്ധം പിടിക്കാതെ,
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ. അപ്പൊ ആരായിരുന്നു ദൈവം? ഇപ്പൊ എന്നാ ചെയ്ത്? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ. അതാ താഴ്ചയുടെ രണ്ടാമത്തെ പടി. മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്നതാണ്. തന്നെത്താൻ ഒഴിച്ചു, emptied himself, തന്നെത്താൻ ഒഴിച്ചു. ആ പദങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിശദീകരിക്കേണ്ടതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവം ആര്? തിമത്തിയോസിന്റെ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഈ അടുത്തുകൂടാത്ത വെളിച്ചം എന്ന് പറയുമ്പം ഇവിടെ ഈ സ്റ്റേജിലേക്ക് ഇത്രയും ലൈറ്റുകളുണ്ട്, നിങ്ങളുടെ മുൻപിലേക്കും ലൈറ്റ് ഇരിപ്പുണ്ട്. സ്തോത്രം. എൻ്റെ കാഴ്ചയിൽ ഈ ഒരു 400 വോട്ടിൻ്റെ ലൈറ്റാണ് ഫ്രണ്ടിലോട്ടിരിക്കുന്നത്. ഒരു 10 സെക്കൻഡ് ഇതിലേതെങ്കിലും ഒരു ലൈറ്റിലേക്ക് നിങ്ങൾക്കൊന്ന് നോക്കാം. ഒന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾ സ്റ്റേജിലോട്ടൊന്ന് നോക്കാം. ഞാൻ ഇത്രയും വെട്ടത്തിലാണ് നിൽക്കുന്നത്. 10 സെക്കൻഡ് ആ ലൈറ്റിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്നെ ഒന്ന് നോക്കാം. നിങ്ങൾ നല്ല കാഴ്ചയുള്ള ആളാണേലും അടുത്ത ഒരു 20 സെക്കൻഡ് നിങ്ങളുടെ കണ്ണിൽ ഒരു ഇരുട്ടായിരിക്കും. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ഒരു 400 വോൾട്ടിൻ്റെ LED ലൈറ്റിൻ്റെ പ്രഭയെ താങ്ങാനുള്ള കെൽപ്പ് നമ്മുടെ കണ്ണിനില്ല. സ്വോത്രം. അവിടെയാ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, അടുത്തു കൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കി കാണാൻ കഴിയാത്ത വിധത്തിൽ പ്രഭയ്ക്കകത്ത് ഇരിക്കുന്നവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഹല്ലേലൂയ. ഈ നമ്മുടെ ഒരു ദേവദാസനുണ്ടല്ലോ, അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയും ഈ തേജസ് വാരി ചുറ്റിയവനായി എന്ന്. കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു വാക്യമുണ്ട്. അതുകൊണ്ടാണ് അത് സങ്കീർത്തനത്തിലാണ് കിടക്കുന്നത്. 104 സങ്കീർത്തനത്തിൽ 2-ാമത്തെ വാക്യം. പ്രകാശം വസ്ത്രം ധരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിച്ചേക്കുന്നതാണ്. അത് തേജസ് വാരി ചുറ്റി എന്നൊക്കെ കർണദാസൻ പറഞ്ഞേ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അങ്ങനെ വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി സ്തോത്രം അല്പസ്വല്പം ദൈവവചനവുമായിട്ട് ബന്ധമുള്ളവർക്ക് പിടികിട്ടാൻ വേണ്ടി ഞാൻ പറയാം. നട്ടുച്ചയ്ക്ക് പത്മോസിന്റെ കവാടത്തിൽ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടായവൻ സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം. നട്ടുച്ചയ്ക്ക്. ഞാൻ മിക്കവാറും ലോകത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. അതിൽ ഏറ്റവും അധികം സൂര്യൻ ബ്രൈറ്റായിട്ട് പ്രകാശിക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. ഈ മനുഷ്യൻ നിൽക്കുന്നത് മിഡിൽ ഈസ്റ്റിലാണ്. ഉച്ചയ്ക്ക് ഒരു 2 മണി അല്ലെങ്കിൽ ഒരു 1 മണി സമയം എന്നൊക്കെ പറയുമ്പോൾ സൂര്യൻ ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കുന്ന സമയം. അവിടെ ആ നട്ടുച്ച സൂര്യനെ വെല്ലുന്ന ഒരു പ്രകാശം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക. അതാ ശരിക്കും ഗ്ലോറി എന്ന് പറയുന്നത്. സൂര്യനെ കവർ ചെയ്യുന്ന വെളിച്ചം. നിങ്ങൾ ആ വെളിച്ചം ഒന്ന് സങ്കല്പിച്ചോ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കർത്താവായ യേശു ദൈവമായിരുന്നവൻ, ദൈവത്തോട് സമത്വമുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. അയ്യോ, താണിങ് ഇറങ്ങി വന്നെന്ന്. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? രാമൻ പറഞ്ഞാട്ട്. താണിങ് ഇറങ്ങി വന്നെന്ന്. ഹല്ലേലൂയ. എനിക്കാണിങ്ങനെ ഈ പ്രസംഗിക്കുന്ന സമയത്ത് പാട്ടിങ്ങനെ കൂടെ വരും. നമ്മളങ്ങനെ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ഹീനമനുജനനം എടുത്തു യേശു രാജൻ നിൻ സമീപേ നിൽക്കൂ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. അവിടുന്ന് ആരാണ്? ഹീനമനുജനനം എടുത്തവൻ. എന്നോട് പോണ്ടോ? രാമൻ പറഞ്ഞാട്ട്. യേശു ആരാണ്? ഹീനമനുജനനം എടുത്തവൻ. സ്തോത്രം. ഹീനമനുജനനം എടുത്ത യേശുരാജൻ നിൻ സമീപേ നിൽപ്പൂ, ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. ആര്?
ദൈവമായിരുന്നവൻ, ദൈവത്തോട് സമത്വമുണ്ടായിരുന്നവൻ തന്നെത്താൻ ഒഴിച്ചെന്ന് തന്റെ മഹത്വത്തെ വിട്ടു, തന്റെ പ്രഭയെ വിട്ടു. സ്തോത്രം. എനിക്കിങ്ങനെ പാടാനായിട്ട് പല പാട്ടുകൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. സ്വർഗസിംഹാസനം, താതന്റെ മാർവതും, ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കായി. നീൽക്കമലിന്റെ 450 രൂപയുടെ ചെയറല്ല കേട്ടോ, സ്വർഗസിംഹാസനം. ആമേൻ. താതന്റെ മാർവിടം, ദൂതന്മാരുടെ സേവ. ദൂതന്മാരുടെ സേവ എന്ന് പറയുമ്പം ചായ വേണോ, കാപ്പി വേണോ, ചൂടുവെള്ളം വേണോ, പച്ചവെള്ളം വേണോ, അതല്ല. 6 ചിറകുകളുള്ള സറാഫുകൾ, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ പറയുക, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ദൂതന്മാരുടെ സേവ അതാ. ഹല്ലേലൂയ. രാപ്പകൽ വിശ്രമമില്ലാതെ കെരൂബുകൾ, സറാഫുകൾ പാടുകയാ. ഹല്ലേലൂയ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസിംഹാസനം, താതന്റെ മാർവതും, ദൂതന്മാർ സേവയും വിട്ടൻ പേർക്കാ. ദാസനെ പോലവൻ ജീവിച്ചു, പാപിയൻ ശാപം ശിരസതിൽ ഏറ്റിടുവാൻ. പാലക്കാടിന്റെ കോട്ട മൈതാനത്ത് ഞാൻ കയറി വന്നപ്പം ഈ മൈതാനത്തിന്റെ പലയിടങ്ങളിൽ പല ആളുകളുണ്ട്. ഇരുട്ടിലാണെങ്കിലും ആളുകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഇന്ന് രാത്രി ഹൃദയം തുറന്ന് ഞാൻ പറയാം, ഇതുപോലൊരു രക്ഷകൻ വേറെ എവിടെ ഉണ്ട്? ഇതുപോലെ ഒരുവൻ വേറെ എവിടെ ഉണ്ട്? ഹല്ലേലൂയ. ഇന്നലെ കെ മാത്യു പാസ്റ്റർ പറഞ്ഞതും ഇന്ന് ഞാൻ പറയാൻ പോകുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും, നാളെ ഇനി യോഗം ഉണ്ടെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാലും യേശുവിനെ കുറിച്ചേ പറയാനുള്ളൂ. അവനൊപ്പം പറയാൻ ഒരാളില്ല കേട്ടോ. അവനെ പോലെ ആരാധ്യൻ ആരുമില്ല. യേശുവിനെ പോലെ വേറൊരുവൻ ഇല്ല. ഹല്ലേലൂയ. തന്നെത്താൻ ഒഴിച്ചു, emptied himself. ആമേൻ. അവിടുന്ന് തന്നെത്താൻ ഒഴിച്ചു എന്ന് മാത്രമല്ല, ദാസരൂപമെടുത്തു. താഴ്ചയുടെ 4ാമത്തെ പടിയാ, ദാസരൂപമെടുത്തു. 5ാമത്തെ പടി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആര്? ദൈവം. ദൈവം വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. നമ്മളതാ മുമ്പേ പറഞ്ഞത്, ഹീനമനുജനനമെടുത്തവൻ. ഹീനമനുജനനമെടുത്തവൻ. എന്നോടൊപ്പം ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോരാ പോരാ, ശബ്ദം ഉയർത്തി ഒരുമിച്ച് ഒരിക്കൽ കൂടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ഹീനമായ മനുജനനമെടുത്തവൻ. പ്രൈസ് ദി ലോർഡ്. ഹീനമായ മനുജനനമെടുത്തവൻ. ഈ വളരെ മനോഹരമായ ഒരു പഴയ പാട്ടുണ്ട് കേട്ടോ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പഴയ പാട്ട്. എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നോ, എന്നെ തേടി നീ മണ്ണിൽ വന്നെന്നോ, എന്നെ സ്നേഹിച്ചാകയാൽ തൻ ജീവം തന്നെന്നോ. തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ, തോൽവിയേയുള്ളൂ എന്നിലോർക്കുകിൽ, കാൽവരിയിലെ വിജയി നീയൻ കൈപിടിക്കണേ, കാൽവരിയിലെ വിജയി നീയൻ കൈപിടിക്കണേ. അറിവു കേടുകൾ അധികമുണ്ടെന്നിൽ, അറിവു കേടുകൾ അധികമുണ്ടെന്നിൽ, അറിഞ്ഞു നീ എന്നരികിലെന്നെ ചേർത്തണയ്ക്കണേ,
അറിഞ്ഞു നീ നിന്നരികിലെന്നെ ചേർത്തണയ്ക്കണേ. കേട്ടെ, എന്നെ തേടി മണ്ണിലേക്ക് വന്നെന്ന്. എല്ലാവരും ഉണ്ടോ ഇവിടെ? നമ്മളെ തേടി മണ്ണിലേക്ക് വന്നു. നമുക്കാകെ പറയാനാണെങ്കിൽ തോൽവിയേ ഉള്ളൂ, വമ്പൻ തോൽവിയാ. സ്തോത്രം. അല്പം കൂടെ പറഞ്ഞാൽ അറിവുകേടുകളാണ് നമ്മിലുള്ളത്. പക്ഷെ നമ്മളെ തേടി കർത്താവ് ഇറങ്ങി വന്നു. എബ്രായലേഖനം പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്നെന്ന്. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞ, ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അടുത്ത വാക്ക് കണ്ടോ, മരണത്തോളം. യേശു മരിക്കേണ്ടവനല്ല കേട്ടോ, യേശുവിന് മരണമില്ല. നമ്മൾ പണ്ട് പാടത്തില്ലായിരുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനാ യേശു. ദൈവത്വത്തിൻ്റെ പ്രത്യേകതയാണ് മരണമില്ലായ്മ കേട്ടോ. സ്തോത്രം. ദൈവം സർവശക്തനാണ്, ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവസമീപസ്ഥനാണ്, ദൈവം നിത്യനാണ്, ദൈവം മാറ്റമില്ലാത്തവനാണ്. അതിൽ ആ നിത്യത്വം പറയുമ്പോഴാണ് മരണമില്ലാത്തവൻ എന്ന വാക്ക് കിടക്കുന്നത്. നിത്യൻ. നിത്യൻ എന്ന് പറയുമ്പോൾ സ്ഥലകാല സമയ പരിധികൾ ഇല്ലാത്തവൻ. ഞങ്ങളെ 2 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, 7:05 ഈ ഗ്രൗണ്ടിൽ വന്ന് കയറിയത്. സ്തോത്രം. ഇത്രയും ദൂരം ഞങ്ങൾക്ക് ഓടിയേ പറ്റത്തുള്ളായിരുന്നു. സ്തോത്രം. എനിക്ക് സമയപരിധിയുണ്ട്, സ്ഥലപരിമിതിയുണ്ട്, കാലപരിമിതിയുണ്ട്. പക്ഷെ സ്ഥലകാല സമയ പരിധികൾ ഇല്ലാത്തവനാ ദൈവം. പക്ഷെ ആ ദൈവം സ്ഥലകാല സമയ പരിധികളിലേക്ക്, നിത്യനായ ദൈവം സ്ഥലകാല സമയ പരിധികൾക്ക് അതീതനായവൻ ആ സ്ഥലകാല പരിമിതിക്കകത്തേക്ക് ഇറങ്ങി വന്നു. അതാ പറഞ്ഞ, മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. മരണത്തോളം താഴ്ത്തി എന്ന് മാത്രമല്ല, ക്രൂശിലെ മരണത്തോളം. സ്തോത്രം. എന്നോടൊപ്പം ഉണ്ടോ? ഏത് മരണമാ? ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി. പ്രൈസ് ദി ലോർഡ്. ഈ വെളിപ്പാടിന്റെ മുൻപിലാണ് പൗലോസ് പറയുന്നത്, താഴ്ചയുടെ പടവുകൾ ഇറങ്ങി 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 വന്ന് ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യനായി അവതരിച്ച്, മരണമില്ലാത്തവനായിട്ടും മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിലേക്ക് ഇറങ്ങിച്ചെന്നവനെ, ക്രൂശിതനെ, നിന്റെ മുൻപിൽ വേറൊന്നും എനിക്ക് ഓർക്കണ്ട. ഞാൻ ഈ ക്രൂശീകരണത്തെക്കുറിച്ചൊന്നും പറയാൻ പോവുകയാണ്. ക്രൂശ് എന്ന് പറയുന്നത്, ക്രൂശീകരണം എന്ന് പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായ ഒരു സംഭവമൊന്നുമല്ല. പ്രവചിച്ചു 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 പ്രവചിച്ച് സർവ പ്രവചനങ്ങളുടെ നിവർത്തിയായി സംഭവിച്ച ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. ആമേൻ. 1 കൊരിന്ത്യർ ലേഖനം 15:3 പറയുന്നു, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അപ്പൊ അവിടുത്തെ മരണം തിരുവെഴുത്ത് പറഞ്ഞതുപോലെയാണ്. അത് മാത്രമല്ല, ലൂക്കോസ് 22:23 തിരുവെഴുത്തുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുവെന്ന് പറയുന്നത്. പ്രവാചകന്മാർ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ അല്പം കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. പഴയ നിയമത്തിന്റെ ഏത് പുസ്തകം മറിച്ചാലും ക്രിസ്തുവിനെ കുറിച്ചാണ് കാണുന്നത് കേട്ടോ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഏതും ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ യേശു സ്ത്രീയുടെ സന്തതിയാണ്. പുറപ്പാട് പുസ്തകത്തിൽ യേശു അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടാ. ലേവ്യ പുസ്തകത്തിൽ യേശു, സ്തോത്രം, യാഗം അർപ്പിക്കുന്ന പുരോഹിതനാണ്. സംഖ്യാപുസ്തകത്തിൽ അവിടുന്ന് ഉയർത്തപ്പെട്ട പിച്ചള സർപ്പമാണ്. ആവർത്തന പുസ്തകത്തിൽ അവിടുന്ന് പ്രവാചകനാണ്. യോശുവയുടെ പുസ്തകത്തിൽ സൈന്യത്തിൻ്റെ നായകനാണ്.
ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നീതിയുള്ള ന്യായാധിപതിയാ. രൂത്തിന്റെ പുസ്തകത്തിൽ വീണ്ടെടുപ്പുകാരനാ. 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ വിശ്വസ്ത പ്രവാചകനാ. 2 ശമൂവേലിന്റെ പുസ്തകത്തിൽ അഭിഷിക്തനായ രാജാവാ. 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദേവാലയത്തിന്റെ ശില്പിയാ. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ദേവാലയത്തെക്കാൾ വലിയവനാ. ഇങ്ങനെ അങ്ങോട്ട് പഴയ നിയമത്തിന്റെ മുഴുവൻ പുസ്തകങ്ങൾ പരിശോധിച്ചാൽ ക്രിസ്തുവിനെയാണ് കാണുന്നത്. അതാ പറയുന്നത്, തിരുവെഴുത്തുകൾ എന്നെ കുറിച്ച് പറയുന്നു. അല്പം കൂടെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഏതാണ്ട് 456 പരമശികൈക പ്രവചനങ്ങൾ പഴയ നിയമത്തിലുണ്ട്. 456. അതില് യേശുക്രിസ്തുവിന്റെ 1-ാം വരവിങ്കൽ, അതായത് ജനനം മുതൽ മരണ പുനരുത്ഥാനം വരെയുള്ള സംഭവങ്ങൾ 322 പ്രവചനങ്ങൾ നിറവേറി കഴിഞ്ഞു. നിങ്ങൾ അറിയണം, യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്ന ആ 24 മണിക്കൂറിൽ, ഗെത്സമൻ മുതൽ ഗോൽഗോത്ത വരെയുള്ള 24 മണിക്കൂറിൽ 33 പ്രവചനങ്ങൾ ക്രൂശീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. 33 പ്രവചനങ്ങൾ നിറവേറി. 24 മണിക്കൂറിൽ 33 പ്രവചനങ്ങൾ നിറവേറി. ഇത് പ്രവചനത്തിന്റെ ആക്യുറസിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അതുപോലെയല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ ആക്യുറേറ്റായിട്ടാണ് കാര്യം പറയുന്നത്. ബൈബിൾ പറയുന്ന ആശയം കംപ്ലീറ്റാണ്. അതിനകത്തൊരു സംശയത്തിൻ്റെയും കാര്യമില്ല. ആക്യുറേറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇനി സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യവും ബൈബിൾ അങ്ങ് പ്രഖ്യാപിക്കുക. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. തകർത്തേക്കും. ഒരുപക്ഷെ തകർക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പം തകർക്കുമായിരിക്കും. അങ്ങനൊന്നുമല്ല. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. പക്ഷെ ബൈബിൾ എന്ന് പറയുമ്പം ഒരുപക്ഷെ പ്രസവിച്ചേക്കാം, ചിലപ്പോൾ പ്രസവിക്കുമായിരിക്കും, അങ്ങനെ നടന്നേക്കും. അങ്ങനൊന്നുമല്ല പറയുന്നത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അതാണ് ബൈബിളിൻ്റെ ഒരു രീതി. വിശ്വസിക്കുകയാണെങ്കിൽ ഈ പുസ്തകം വിശ്വസിച്ചോണം. ഒരാമയും പറഞ്ഞാട്ടെ. ഇതിനെതിരെ എത്ര ആക്രമണങ്ങൾ നടത്തിയാലും എൻ്റെ സുഹൃത്തെ, ഞങ്ങൾ ഇതിനെ നെഞ്ചോട് ചേർത്ത് വെക്കും. കാരണം ഈ പുസ്തകം വിശ്വാസയോഗ്യമാണ്. പാലക്കാടിൻ്റെ കോട്ട മൈതാനത്ത് അത് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബൈബിൾ എടുത്ത് കരത്തിൽ ഉയർത്തി പിടിച്ചിട്ട് ആമേൻ ഒന്നിച്ചൊന്ന് പറഞ്ഞോ, ഈ വചനം വിശ്വാസയോഗ്യമാണ്. ഹല്ലേലൂയ. അബദ്ധം പറ്റി കയറി വന്നവരല്ല നമ്മളാരും. സ്തോത്രം. ഇത് കൃത്യമാണ്. ഈ വചനം വിശ്വാസയോഗ്യമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഇത് പ്രവചനങ്ങളുടെ ആക്യുറസിയാണ്. പ്രവചിച്ചതുപോലെ മരിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്ന് പറയുമ്പം സ്തോത്രം, സാധാരണ യഹൂദീയ ശിക്ഷാ നിയമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഈ സാധാരണ യഹൂദീയ ശിക്ഷാ വിധികൾ എന്ന് പറയുന്നത് 4 വിധത്തിലാണ്. ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് 4 വിധത്തിലാണ്. ഒന്ന്, കഴുത്ത് ഞെരിച്ചു കൊല്ലുക, സ്ട്രാങ്കുലേഷൻ. 2, ശിരച്ഛേദം ചെയ്യുക, ബിഹഡിങ്. 3, അഗ്നിയിൽ ദഹിപ്പിക്കുക, ബേണിംഗ്. 4, കല്ലെറിയുക, സ്റ്റോണിങ്. അപ്പോ സ്ട്രാങ്കുലേഷൻ, ബിഹഡിങ്, ബേണിംഗ് ആൻഡ് സ്റ്റോണിങ്. പക്ഷെ യേശുവിന് കൊടുത്ത ശിക്ഷ ഇതൊന്നുമല്ല. കല്ലെറിഞ്ഞു കൊന്നില്ല, അഗ്നിയിൽ ദഹിപ്പിച്ചില്ല, ശിരസ് ഛേദിച്ചില്ല, കഴുത്ത് ഞെരിച്ചു കൊന്നുമില്ല. യഹൂദന്റെ ശിക്ഷാ നിയമത്തിൽ ഇല്ലാത്ത ഒരു നവീന ശിക്ഷ. അതെന്നാന്നറിയോ? ഗലാത്യലേഖനം 3:3 പറയുന്നു, മരണത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഈ യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ലോകത്തിൻ്റെ മുൻപിൽ അവർക്ക് തെളിയിക്കണമായിരുന്നു. സ്തോത്രം. ശിക്ഷാ നിയമം കുറ്റം കണ്ടുപിടിക്കുവാൻ കഴിയാതെ നീതിന്യായ വ്യവസ്ഥിതി ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ കേസ് കാണാൻ ചെന്നവർ
കോടതിയിൽ നിന്ന് വിളിച്ചു പറയുക, അവനെ ക്രൂശിക്കുക. ന്യായാസനത്തിലിരിക്കുന്ന ന്യായാധിപൻ പറയുന്നു കുറ്റമില്ല. പക്ഷെ കേസ് കാണാൻ ചെല്ലുന്നവർ പറയുകയാണ് ക്രൂശിക്കുക. ഇവിടെ പാലക്കാട് ഡിസ്ട്രിക്റ്റ് കോടതി ഉണ്ടെന്ന് ഞാൻ കരുതുക. ഡിസ്ട്രിക്റ്റ് കോർട്ട് പ്രമാദമായ ഒരു കേസിന് വിധി പറയാൻ ന്യായാസനത്തിൽ ബഹുമാനപ്പെട്ട ജഡ്ജി ഇരിക്കുകയാണ്. കേസ് കാണാൻ ചെന്നവർ, ജഡ്ജി പറയുന്നു ഞാൻ ഇവനിൽ കുറ്റം കാണുന്നില്ല. അദ്ദേഹം വിധി പ്രസ്താവിച്ചപ്പോൾ കാണാൻ ചെന്ന് നമ്മൾ പറയുക, അല്ല സാറേ ഇവനെ ക്രൂശിക്ക്, അല്ലെങ്കിൽ ഇവനെ കൊന്നുകളാ. നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാ സംഭവിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥിതി കുറ്റം കാണുന്നില്ലെന്ന് പറയുമ്പോൾ ഇവർ പറയുക ക്രൂശിക്ക്. ഇവരുടെ ശിക്ഷാ നിയമത്തിൽ ഇല്ലാത്ത വധശിക്ഷ. കാരണം മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. ഈ ജനതയുടെ ഉദ്ദേശം എന്നാണെന്നറിയാം, യേശു ഒരു ശപിക്കപ്പെട്ടവനാണെന്ന് തെളിയിക്കണം. അതിനാണ് മരത്തിൽ തൂക്കാൻ ഇവർ ആക്രോശിച്ചത്. ഞാനവിടെ ആത്മാവിലൊരു ദൂത് പറയാം. ഹല്ലേലൂയ. അപമാനമാകുമെന്ന് അവർ കരുതിയ ക്രൂശീകരണം ഒരനുഗ്രഹമായി മാറി. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്കിത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ ക്രൂശ് മരണം കൊണ്ട് നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടത്. ഒരാമയും പറഞ്ഞാട്ട്. ക്രൂശീകരണത്തില്ല നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടത്. നമ്മൾ അനുഭവിച്ച സ്നേഹം ക്രൂശിലെ സ്നേഹമാണ്. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലേ, പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻകൃപയെ. ക്രൂശിൽ നിന്ന് ദൈവസ്നേഹത്തിന്റെ ഒരു വൻ നദി ഒഴുകുക. ക്രൂശിൽ നിന്നും പാഞ്ഞൊഴുകിയിടുന്ന ദൈവസ്നേഹത്തിൻ വൻ കൃപയെ ഒഴുകി ഒഴുകി അടിയേനിൽ പെരുകേണമേ. സ്നേഹ സാഗരമാ സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരേണമേ. ഞാനോ കുറയേണമേ. ശാപമെന്ന് എല്ലാവരും വിരൽ ചൂണ്ടി പറഞ്ഞത് അനുഗ്രഹമാക്കി. ഞാനതുകൊണ്ടൊരു ദൂത് പറയാം. നിങ്ങളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ തലമുറയെ നോക്കി ശാപം 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 എന്ന് പറഞ്ഞ് അതേ കാര്യത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവപ്രവർത്തിയുടെ വമ്പൻ പദ്ധതികൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ, 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 ഗ്ലോറി ടു ഗോഡ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്ന ഈ സംഭവം, ഈ ക്രൂശീകരണം അത് യേശു മരിച്ചപ്പോഴല്ല ആദ്യമായിട്ടുണ്ടായത്. ഏതാണ്ട് യേശു മരിക്കുന്നതിന് 300 വർഷം മുമ്പുണ്ടായ ഒരു സംഭവം. അത് ക്രൂശീകരണം എന്ന് പറയുന്ന കിരാതമായ ശിക്ഷാ നടപടി ലോകത്തിന് പരിചയപ്പെടുത്തിയത് സെമിറാമീസ് എന്ന് പറയുന്ന മനുഷ്യനാണ്. സെമിറാമീസ് അത് ഫൊയ്നിക്കയിലാണ്. പിന്നീട് അത് കാർത്തേജിലേക്ക് വന്നു എന്ന് ചരിത്രം പറയുന്നു. അവിടെ നിന്നാണ് റോമ ഗവൺമെൻറ് അത് ഏറ്റെടുത്തത്. ഈ ക്രൂശ് എന്ന് പറയുന്നതിന് നമ്മൾ ഇന്ന് കാണുന്ന ആകൃതി മാത്രമല്ല, പല ആകൃതിയിലുള്ള കുരിശുകളുണ്ട്. സാധാരണ ക്രൂശുണ്ട്, അത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ I ആകൃതിയിലുള്ളത്. വിശുദ്ധ അന്ത്രയോസിന്റെ കുരിശ് എന്ന് പറയുന്ന ഒരു കുരിശുണ്ട്, സെന്റ് ആൻഡ്രൂസ് ക്രോസ്. അത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ X ആകൃതിയിലുള്ളത്. മറ്റൊന്നുണ്ട് വിശുദ്ധ അന്തോണിയുടെ ക്രൂശ്, സെന്റ് ആന്റണീസ് ക്രോസ്. അത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാപിറ്റൽ ലെറ്റർ T ആകൃതിയിലാണ്. മറ്റൊരു കുരിശുണ്ട്, അതാണ് ലത്തീൻ കുരിശ്. ആ ലത്തീൻ കുരിശിലാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. വേറെയും പല ആകൃതിയിലുള്ള കുരിശുകളുണ്ട്. സാധാരണയായി ക്രൂശീകരണം എന്ന് പറയുന്നത് ഒന്നുകിൽ
കൈ രണ്ടും മുകളിലേക്ക് വലിച്ചു വെച്ച് അടിക്കുകയോ, സ്തോത്രം, അല്ലെങ്കിൽ ഇരുവശങ്ങളിലേക്കും വലിച്ചു വെച്ച് കൈകളിൽ അണിയടിക്കുകയോ, അല്ലെങ്കിൽ സ്തോത്രം കാലുകളിൽ അണിയടിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. വളരെ അപൂർവമായി തല കീഴായി ക്രൂശിച്ചിട്ടുമുണ്ട്. സഭാചരിത്രത്തിൽ പത്രോസിനെ തല കീഴായി ക്രൂശിച്ചതായി നമ്മൾ വായിക്കുന്നുണ്ട്. ബൈബിളിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. റോമ പൗരന്മാരെ ക്രൂശീകരണത്തിന് വിധേയപ്പെടുത്തിയിരുന്നില്ല. അത് നീചരായ കുറ്റവാളികൾക്ക് നൽകിയിരുന്ന നീചമായ മരണശിക്ഷയാണ്. റോമ പൗരന്മാർക്ക് അത് നൽകിയിരുന്നില്ല. പത്രോസും പൗലോസും കൊല്ലപ്പെട്ടത് ഒരേ വർഷമാണ്, AD 67. റോമ പൗരനായ പൗലോസിനെ ഓസ്തിയക്കുള്ള വഴിയരികെ ശിരച്ഛേദം ചെയ്തുവെന്ന് ചരിത്രം പറയുമ്പോൾ, യഹൂദനായ പത്രോസിനെ ശിരസ് കീഴെ വരത്തക്ക വിധത്തിൽ ക്രൂശിക്കുകയായിരുന്നു. ഇതാണ് ക്രൂശീകരണത്തിൻ്റെ ഒരു പൊതു ചരിത്രം. ഇനി ഞാൻ അതിൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയാം. കുരിശിൽ മരിക്കുന്നവൻ 1000 വട്ടം മരിക്കുന്നുവെന്നാണ് ചരിത്രം പറയുന്നത്. ഒരു മരണം 1000 വട്ടമാകണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതെന്തുമായിരിക്കും അതിൻ്റെ വേദന. ഹല്ലേലൂയ. ഈ കുരിശിൽ ആണിയടിക്കപ്പെട്ട് കഴിയുമ്പം ആണിപ്പാടുകൾ വിങ്ങും. മാത്രമല്ല, നമുക്കറിയാം ക്രൂശിതനായവൻ കിടക്കുന്നത് എങ്ങനെയാണെന്ന്. തലയിൽ മുൾക്കിരീടം, കയ്യിൽ 2 ആണികൾ, കാലിൽ 2 ആണികൾ. ഈ മരത്തിൽ 3 ആണികളിൽ തൂങ്ങിക്കിടക്കുമ്പോൾ നരമ്പുകളെല്ലാം വലിയും. സ്തോത്രം. യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കുരിശിൽ കിടക്കുന്ന ആ കിടപ്പ്. സ്തോത്രം. 2 കൈയും ആണിയിൽ തൂങ്ങി, മുട്ട് മുൻപോട്ട് വളഞ്ഞ് താഴേക്ക് തൂങ്ങി. സ്തോത്രം. ഈ ഒരു പരുവത്തിലാണ് കിടക്കുന്നത്. ഈ കിടപ്പിൽ നാഡീനരമ്പുകൾ വലിയും. സ്തോത്രം. സന്ധിബന്ധങ്ങൾ വേർപെടുന്നത് പോലെയുള്ള അസാധാരണമായ വേദന ഉണ്ടാകും. അതുമാത്രമല്ല, ദാഹം, കഠിനമായ ദാഹം. നമ്മളങ്ങനെ പാടുമല്ലോ, കഠിനദാഹം പിടിച്ചതിനാൽ കാടി വാങ്ങാൻ ഇടയായോ. ഈ കാടി എന്നൊക്കെ പറയുന്നത് കാവ്യഭാവനയാണ്. യേശു കുടിച്ചത് കാടിയല്ല. ബൈബിൾ പറയുന്നു കയ്പ് കലക്കിയ വീഞ്ഞ്. ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ, ഒരു നഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ സർജിക് ടേബിളിൽ കയറി കിടന്നിട്ടുള്ളൊരു പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകും. സർജിക് ടേബിളിൽ കയറി കിടക്കുമ്പോൾ ഒരു മേജർ സർജറിക്ക് മുൻപ് അനസ്തേഷ്യ നൽകുമ്പോൾ ഒരാൾ ബോധക്ഷയത്തിലേക്ക് പോകുന്നത് പോലെ ക്രൂശിൽ കിടക്കുന്ന ഈ മനുഷ്യർ ഈ ഭീകരമായ വേദന താങ്ങാൻ കഴിയാതെ നിലവിളിക്കുമ്പോൾ അവർക്ക് ആ വേദന താങ്ങത്തക്ക വിധത്തിൽ, അവരുടെ ബോധം മറയത്തക്ക വിധത്തിൽ നൽകുന്ന ഒരു സാധനമാണ് കയ്പ് കലക്കിയ വീഞ്ഞ്. അതിനൊരു ലിറ്ററൽ ടേമൊക്കെ ഉണ്ട്. ആർക്കെങ്കിലും അറിയണമെങ്കിൽ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ലിറ്ററൽ ടേമുണ്ട്, കയ്പ് കലക്കിയ വീഞ്ഞ്. അനസ്തീഷ്യ നൽകുന്നത് പോലെയുള്ള ഒരു സാധനം അത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കർത്താവിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവ് അത് കുടിച്ചില്ല. കഠിനമായ ദാഹമായിട്ടും കർത്താവ് അത് കുടിച്ചില്ല. കാരണം എബ്രായ ലേഖനം പറയുന്ന അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്നത് പിതാവിന് യുക്തമായി തോന്നി. കഷ്ടാനുഭവങ്ങളിൽ അവിടുന്ന് തികഞ്ഞവനാകണമായിരുന്നു. സ്തോത്രം. അവിടുന്ന് കുടിച്ചില്ല കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ ഭാഷയിൽ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. ആളല്ലേ, ആളാണ്. പക്ഷെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. നിങ്ങൾ ഇറച്ചി വാങ്ങാൻ പോയിട്ടുണ്ടോ? ഇറച്ചിക്കടയിൽ ഇറച്ചിക്കുറങ്ങ് തൂങ്ങിക്കിടക്കുന്നത് പോലെ ശരീരം മുഴുവൻ ആബാധ ചൂടം അടിച്ച് തകർത്ത്. യേശുവിനെ അടിച്ച ചാട്ടയെക്കുറിച്ച് ഒരു വാക്ക് പറയാം. യേശുവിനെ അടിച്ച ചാട്ടയുടെ പേര് ഫ്ലാഗറം എന്നാണ്. ഫ്ലാഗറം മലയാളീകരിച്ചാൽ പൂച്ചവാൽവടി എന്ന് വിളിക്കാം. പൂച്ചവാൽവടി എന്ന പേരുള്ള ഫ്ലാഗറം എന്ന പേരുള്ള ചാട്ട കൊണ്ടാണ് യേശുവിനെ അടിച്ചത്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ശരീരം ഉഴവുചാല് പോലെ കീറിയെന്ന് വചനത്തിൽ വായിക്കുന്നു. അവൻ്റെ അസ്ഥികളൊക്കെയും നമുക്ക് എണ്ണിയെടുക്കാം എന്ന് വായിക്കുന്നു. ഇത് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ കണ്ട യെശയ്യാ വിളിച്ചു പറഞ്ഞു, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭ ഇല്ല, ചോരയാൽ നീറഞ്ഞൊഴുകിടുന്നു. മകനേ മകളെ നീ മാന്യനായിടുവാ. കാൽവരിയിൽ നീനക്കായി പീഡഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നീനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നീനക്കായി തകർന്നിടുന്നു. കണ്ടാലോ ആളറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാരാണെന്ന് നിങ്ങൾ അറിയണം. ദൈവരൂപത്തിലിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം ഇറങ്ങി വന്നവൻ. ഹല്ലേലൂയ. ഞാൻ പാടുന്നില്ല, വേറൊരു പാട്ടുണ്ട്. ചന്തം ചിന്തും തിരുമേനിയൻ പേർക്കായി. ഹല്ലേലൂയ. അവിടുത്തെ മേനി ചന്തം ചിന്തുന്ന മേനിയ. ഹല്ലേലൂയ. ശാരോനിലെ പനിനീർ പുഷ്പം, 10,000ങ്ങളിൽ സുന്ദരൻ. ശൂന്യകാരത്തി യെരൂശലേം പുത്രിമാരോട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പ്രിയനോ അവൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ, 10,000ങ്ങളിൽ ശ്രേഷ്ഠൻ. ആ ശരീരം അടിച്ച് തകർത്ത് കളഞ്ഞു. യേശുക്രിസ്തുവിന്റെ സമകാലികനായ ജോസിഫസിന്റെ ഒരു ചരിത്ര ഗ്രന്ഥമുണ്ട്, ആന്റിക്വിറ്റി ഓഫ് ജ്യൂസ്. അതിൽ ജോസിഫസ് പറയുന്നത്, യേശുവിന്റെ സമകാലികരുടെ കൂട്ടത്തിൽ യേശുവിനെ പോലെ സൗന്ദര്യപൂർണനായ ഒരു പുരുഷൻ ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല. അത്ര സൗന്ദര്യപൂർണനായവനാണ് യേശു ക്രിസ്തു. ആ ശരീരം അടിച്ച് തകർക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്നോട് പോണ്ടെന്ന് ഞാൻ കരുതിയത്. ആ ശരീരം അടിച്ച് തകർത്ത് കളഞ്ഞു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്. എന്തിനു വേണ്ടി? കോട്ടമൈതാനത്തിന്റെ ഏതെങ്കിലും ഒരു ഏരിയയിൽ, ഇരുട്ടിന്റെ മറവിൽ, മരത്തിന്റെ തണലിൽ, അല്ല ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ബെഞ്ചിൽ, ഒരു വഴിത്തലക്കൽ, ഒരു കടത്തിണ്ടയിൽ, വീടിന്റെ അടുക്കൽ എവിടെയെങ്കിലും ഇരുന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഇതുപോലെ ഒരു മരണം വേറെ ഇല്ല. സ്തോത്രം. അതാ ബൈബിൾ പറയുന്നത്. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ, കേട്ടോ, പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ. റോമാലേഖനത്തിൽ പറയുന്നു, ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കുമായിരിക്കും, നീതിമാനു വേണ്ടി മരിക്കുന്നത് ദുർലഭം. ഗുണവാനു വേണ്ടി മരിക്കും. അതുകൊണ്ടല്ല ഇത്ര ആളുകൾ ഈ മരിക്കുന്നേ. രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പുനർജന്മം ഉണ്ടാകുമെന്ന് പറഞ്ഞോ? അല്ല, ഗുണവാനു വേണ്ടി മരിക്കും. പക്ഷെ നീതിമാനു വേണ്ടി മരിക്കുന്നത് ദുർലഭം. ആ മനുഷ്യൻ നീതിമാൻ, അതുകൊണ്ട് ഞാൻ അയാൾക്ക് വേണ്ടി മരിക്കും. ആര് പറയും? ആരും പറയില്ല. പക്ഷെ യേശു നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ
അഭക്തരായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, നിന്റെ തകർന്ന ജീവിതത്തിന് പരിവർത്തനം ഉണ്ടാകാൻ യേശു മരിച്ചു. ഹല്ലേലൂയ. യേശു മരിച്ചു. കോട്ടമൈതാനം കേട്ടോ, യേശു മരിച്ചു നിനക്ക് വേണ്ടി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. ഇതുപോൽ സ്വജീവൻ തന്നൊരാത്മ സ്നേഹിതൻ വേറാരിനി. സ്തുതി ചെയ് മനമേ നിത്യവും നിൻ ജീവനാഥൻ യേശുവേ. ഇതുപോൽ സ്വജീവൻ തന്ന വേറൊരാത്മസ്നേഹിതൻ ഉലക ചരിത്രത്തിലില്ല. അത് യേശുവാണ്. മനസ്സിലാകുന്നുണ്ടെന്ന് ഇന്ന് രാത്രി എൻ്റെ ചിന്ത. ഈ രാത്രി ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ആത്മാവിൽ പറയാം, യേശു ക്രിസ്തു അല്ലാതെ വേറൊരു വ്യക്തിയെയും വേറൊന്നിനെയും ഇവിടെ ഞാൻ ഉയർത്തുന്നില്ല. ഹല്ലേലൂയ. PPF പോലും ഇവിടെ ഇന്ന് രാത്രി വിഷയമല്ല. ഉയർത്തപ്പെടുന്ന യേശുവാണ് വിഷയം. യേശു അതാ പറഞ്ഞത്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. ഇന്ന് രാത്രി ദൈവം എനിക്ക് തന്ന പ്രാപ്തിയിൽ നിന്നുകൊണ്ട് യേശുവിനെ മോശ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ ഈ പരസ്യ സ്ഥലത്ത് ഞാൻ ഉയർത്തുകയാണ്. ഹല്ലേലൂയ. രക്ഷകനായി വേറൊരാളില്ല കേട്ടോ. ആമേൻ. നിന്റെ ജീവിതം ഏത് തകർച്ചയ്ക്കകത്തായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതം ഏത് പ്രശ്നത്തിനകത്തായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് നിന്നെ ഉദ്ധരിക്കാൻ യേശുവിനല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. അതിനെ യോഗം അല്ലേ, അതിനെ യോഗം. സ്തോത്രം. ഇത്രയും ആമേൻ ഒരു വലിയ സംവിധാനം ഇവിടെ ഒരുക്കണമെങ്കിൽ ഒരുപാട് ചെലവുണ്ട് കേട്ടോ. സ്തോത്രം. ഇങ്ങനൊരു യോഗം ഇവിടെ നടത്തണമെങ്കിൽ ഒരുപാട് ചെലവുണ്ട്. എന്തിനാണ് ഈ ദൈവദാസന്മാരെ ബന്ധപ്പെടുന്നത്? പാലക്കാട് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് എന്തിനാ ബന്ധപ്പെടുന്നത്? ഒരു മാമാങ്കം നടത്താനല്ല, ഒരു മെസ്സേജ് പറയാനാ. ഹല്ലേലൂയ. ആരും പ്രസംഗിക്കാനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാനില്ലാതെ എങ്ങനെ പോകും? നടത്താൻ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ. സ്തോത്രം. പ്രസംഗിക്കാൻ ഞങ്ങൾ വന്നെങ്കിൽ കേൾക്കാൻ ഒരു കൂട്ടം ഉണ്ടാകത്തുള്ളൂ. കേൾക്കുന്നുണ്ടോ? ഈ യോഗത്തിന്റെ പിന്നിൽ ഒരു ദൈവിക പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി അതിനകത്ത് ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഒന്നും പറയാനില്ല, വേറൊന്നും പറയാനില്ല. പുസ്തകം പറയുന്ന യേശുവിനെ ഞങ്ങൾ ഈ മണ്ണിൽ പരിചയപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാം, ഇതിന്റെ ഗേറ്റ് അല്പം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാമേ, എന്നോടൊപ്പം വരണം. ഇന്ന് രാത്രി യേശുവിനെ ഇവിടെ ഉയർത്തിക്കാട്ടുമ്പോൾ ആത്മമണ്ഡലത്തിൽ വമ്പൻ പരിപാടികൾ നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, ആത്മമണ്ഡലത്തിൽ പാലക്കാടിന്റെ മണ്ണിന്റെ മേൽ സ്വാധീനം ചെലുത്തി നിർത്തുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ സേന യുദ്ധത്തിനായി ഇറങ്ങിക്കഴിഞ്ഞു. ജീസസ്. യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ അതാ സംഭവിക്കുന്നത്. യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ അതാ സംഭവിക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. ആത്മക്കണ്ണാൽ അത് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടു. ഈ മണ്ണിന്റെ മേൽ കുടിയിരിക്കുന്ന ചില ദുർഭൂത മണ്ഡലങ്ങളെ, ചില പൈശാചിക സ്വാധീനങ്ങളെ, ചില വെല്ലുവിളികളെ ഇന്ന് രാത്രി ഉയർത്തപ്പെടുന്ന യേശുവിന്റെ നാമനിമിത്തം ദൈവത്തിന്റെ ആത്മാവ് വെട്ടാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് സുവിശേഷത്തിന്റെ ശക്തിയാണ്. യേശു ഉയർത്തുന്നിടത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ഈ രാത്രി നിങ്ങൾ വിശ്വസിച്ചോ, നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മൈലുകൾക്കപ്പുറത്ത് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഭയങ്കര പദ്ധതികൾ വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങളുടെ തലമുറകളെ ബന്ധിച്ച, നിങ്ങളുടെ കുടുംബത്തെ ബന്ധിച്ച, നിങ്ങളുടെ ആത്മീക മണ്ഡലത്തെ, നിങ്ങളുടെ ഭൗതിക മണ്ഡലത്തെ തകർത്ത് കളഞ്ഞ് ചിലത് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ തകർക്കപ്പെടുകയാണ്. കാരണം യേശു ഇവിടെ ഉയർത്തപ്പെടുന്നു. നിങ്ങൾ യേശുവിൻ്റെ നാമത്തെ ഉയർത്തി
ആമേൻ, യേശുവിന്റെ നാമത്തെ നിങ്ങൾ ഉറക്കെ വിളിക്കുമ്പോൾ, വ്യക്തിമായി വിളിച്ചതുപോലെ ആ നാമത്തെ ഉറക്കെ വിളിക്കുമ്പോൾ, ഈ രാത്രി മൈലുകൾക്കപ്പുറത്തേക്ക് ദൈവ മഹത്വം ചലിക്കും. ഹല്ലേലൂയ. ചില കുരുക്കുകളെ ദൈവത്തിന്റെ ആത്മ അടിച്ചു കളയുക. ചില കടുങ്കെട്ടുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പൊളിക്കുക. ചില പൈശാചിക സ്വാധീനങ്ങളെ, ചില തലമുറകളുടെ മേൽ കിടക്കുന്ന ചില കെട്ടുകളെ, വിദ്യാഭ്യാസപരമായി ചില പോരുകളെ, മിനിസ്ട്രിയുടെ മേഖലയിൽ കിടക്കുന്ന ചില പ്രത്യേക ആമേൻ വിഷയങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് തകർക്കുകയാണ്. ഹല്ലേലൂയ. രക്തം ജയം, രക്തം ജയം. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി മരിച്ചു. പൗലോസിന്റെ ലേഖനത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷതയാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചു. അതാ 1 കൊരിന്ത്യർ ലേഖനം 15 നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി മരിച്ചതാണോ യേശുവേ? അല്ല, പാപങ്ങൾക്ക് വേണ്ടി. ഒന്നുകൂടെ ഞാൻ പറയാം, പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. ഹല്ലേലൂയ. ഞാൻ വാക്കുകളെ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കൊണ്ടുവരിക. ഈ വെളിപ്പാടിൻ്റെ മുന്നിൽ നിന്നിട്ട് പൗലോസ് പറയുന്നത്, ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാനങ്ങ് നിർണയിച്ചു. കാരണം ഈ വെളിപ്പാടിൻ്റെ മുൻപിൽ വേറെ എന്നാ പറയാനാ? ഈ വെളിപ്പാടിൻ്റെ പിന്നിൽ വേറെ ആരെ ഉയർത്താനാ? ഉയർത്താനാണെങ്കിൽ യേശുവിനെ മാത്രമേ ഉള്ളൂ. ജ്ഞാനത്തെ മറന്നു, വൈഭവത്തെ മറന്നു. പൗലോസ് അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. യേശുവിൻ്റെ ക്രൂശ് വ്യർത്ഥമാകാതിരിക്കേണ്ടതിന് വാക്ചാതുര്യത്തോടെ അല്ലതാനും എന്ന് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 2:2 നോക്കൂ. ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. കേട്ടോ, വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ. പൗലോസ് പറയുക, വചനത്തിൻ്റെ വൈഭവവും വേണ്ട, ജ്ഞാനത്തിൻ്റെ വൈഭവം വേണ്ട എന്ന് പറഞ്ഞാൽ ശബ്ദം കൊണ്ടോ ഭാഷ കൊണ്ടോ അവതരണം കൊണ്ടോ ശൈലി കൊണ്ടോ ക്രൂശിൻ്റെ മഹത്വത്തെ മറച്ചു പിടിക്കാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതെല്ലാം വേണ്ടാന്ന് വെച്ചിട്ട് ക്രൂശിക്കപ്പെട്ടവനെ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് ഞാനങ്ങ് നിർണയിച്ചു. ആമേൻ. അതുകൊണ്ട് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ ക്രൂശിൻ്റെ മെസ്സേജിന് ഭയങ്കര അർത്ഥവ്യാപ്തിയാണ്. സ്തോത്രം. റോമലേഖനത്തിൽ ക്രൂശിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെന്ന്. സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനത്തിൽ ക്രൂശിനെ കുറിച്ച് പറയുന്നത് ക്രൂശിന്റെ വചനം നമുക്ക് ദൈവശക്തിയാണെന്നാണ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ക്രൂശിനെ കുറിച്ച് 2 കാര്യം പറയുന്നുണ്ട്. ഒന്ന്, ക്രൂശിന്റെ ഇടർച്ച. ആമേൻ, ക്രൂശിന്റെ ഇടർച്ച. 2, ക്രൂശിന്റെ പ്രശംസ. ചിലർക്കിത് ഇടർച്ചയാ, പക്ഷെ എനിക്കിത് പ്രശംസയാ. ആമേൻ. എഫെസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ ഇരുപക്ഷത്തെയും ദൈവത്തോട് നിരപ്പിച്ച നിരപ്പിന്റെ കേന്ദ്രസ്ഥാനം അതാണ് ക്രൂശ്. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ താഴ്മയുടെ പ്രതീകമാണ് ക്രൂശ്. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ സമാധാനം ഉണ്ടാക്കിയ സാത്താന്യ അധികാരങ്ങളെ തകർത്ത ജയത്തിന്റെ കേന്ദ്രമാണ് കുരിശ്. ഹല്ലേലൂയ. ഇങ്ങനെ പൗലോസിന്റെ ലേഖനങ്ങൾ മുഴുവൻ ഈ ക്രൂശിന്റെ പ്രാധാന്യത പറയുന്നത്. അപ്പോൾ കേവലം ഒരു വാക്യമല്ല, മറ്റെല്ലാം മറക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നത്. ആമേൻ. ഇന്ന് രാത്രി ക്രൂശിനെ ഇവിടെ ഉയർത്തുമ്പോൾ ഒരു ജയം സംഭവിക്കുക. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകൾ ഇന്ന് രാത്രി മുട്ടുമടക്കുകയാണ്. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ടവൻ്റെ മുൻപിൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ അവസാനമായി പറഞ്ഞു നിർത്താം. ദേ, രക്ഷപ്പെടാനുള്ള ആഗ്രഹമുണ്ടോ സുഹൃത്തേ? ആത്മഹത്യയല്ല പരിഹാരം. അല്ല, വിഷക്കുപ്പി കയ്യിൽ കരുതി ചാകാൻ പോകണ്ട.
കയറെടുത്ത് തൂങ്ങാൻ കയറണ്ട. ആദ്യം പിടിച്ച് ട്രെയിനിന്റെ മുൻപിൽ എടുത്ത് ചാടണ്ട. നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഈ ലോഡിംഗ് പാപ്പച്ചായൻ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച്, കർത്താവിൻ്റെ ദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. തകർന്ന് തരിപ്പണമായി മരിക്കാൻ തീരുമാനിച്ച ഈ മനുഷ്യൻ, ലോഡിംഗ് പാപ്പച്ചൻ എന്ന് പറയുമ്പോൾ തന്നെ ജോലി മനസ്സിലായി കാണും. അദ്ദേഹം മരിക്കാനായിട്ട് വെളുപ്പിനെ 5 മണിയായപ്പോൾ കയറും കയ്യിലെടുത്ത് വെച്ച് മുറ്റത്തൂടെ പുരയിടത്തിലേക്ക് പോവുകയാണ്, മാവിൽ തൂങ്ങാൻ. പോകുന്ന വഴിക്ക് തൊട്ടടുത്ത വീട്ടിൽ നിന്ന്, പണ്ടത്തെ കാലമാണ്, യേശു വിളിക്കുന്നു എന്ന റേഡിയോ പ്രോഗ്രാമിൻ്റെ ഓപ്പണിംഗ് സോങ്, കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും, കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാക്കും. ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെ കേൾക്കുകയാണ്. ഒറ്റ പാട്ട്, ഒറ്റ വരി. പാപ്പച്ചായൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് തൊട്ടു. ആ മനുഷ്യൻ അവിടെ മുട്ടുകുത്തി. അന്ന് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. കർത്താവിനാൽ പ്രയോജനപ്പെടുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസനായി മാറി. ഇന്ന് രാത്രി ഞാൻ പറയാം, കണ്ണീരെല്ലാം തുടയ്ക്കാൻ കഴിയുന്ന ഒറ്റ ഒരുവനെ ഉലക ചരിത്രത്തിലുള്ളൂ. അതാ കർത്താവായ യേശു ക്രിസ്തു, രക്ഷകൻ. കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് രാത്രി യേശുവിലൂടെയാണ് നിനക്ക് രക്ഷയുള്ളത്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞു, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഈ കൺവെൻഷൻ്റെ അവസാനത്തെ മിനിറ്റിൽ, ഈ പൊതുവേദിയിൽ ഞാൻ ആത്മാവിൽ പറയാം, കുറച്ചുകൂടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നെങ്കിൽ ഒരുപക്ഷെങ്കിൽ മറ്റൊരു നിലയിലേക്ക് ഈ മീറ്റിംഗ് പോകുമായിരുന്നു. ഇതൊരു പരസ്യവേദിയാണല്ലോ. സുവിശേഷത്തിൻ്റെ മുഴുവൻ ആമേൻ സത്യങ്ങളും ഇന്ന് രാത്രി ഞാനിവിടെ ഉറക്കെ പറയുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല കേട്ടോ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമമില്ല, യേശു എന്ന നാമം. ഈ രാത്രി രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? യേശുവിലൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. യേശുവിലൂടെ മാത്രമേ സാധ്യമാകത്തുള്ളൂ. യേശുവിന് മാത്രമേ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതാ പൗലോസ് പറയുന്നത്. ക്രൂശിക്കപ്പെട്ടവന്റെ മുൻപിൽ മറ്റെല്ലാം മറക്കാൻ ഞാൻ തീരുമാനിച്ചു. എനിക്ക് ക്രൂശിനെ ഉയർത്തിയാൽ മതി. എനിക്ക് ക്രൂശിനെ ഉയർത്തിയാൽ മതി. എനിക്ക് എന്നെ ഉയർത്തണ്ട, എൻ്റെ വൈഭവത്തെ ഉയർത്തണ്ട, എൻ്റെ മികവിനെ ഉയർത്തണ്ട. എനിക്ക് ക്രൂശിനെ ഉയർത്തിയാൽ മതി. ക്രൂശിതനെ ഉയർത്തിയാൽ മതി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുക. ഇന്ന് രാത്രി ക്രൂശിതൻ്റെ മുൻപിൽ സറണ്ടറാകാൻ. ഹല്ലേലൂയ. ഇന്ന് ഓശാന ഞായർ, ഇനി അങ്ങോട്ട് സ്തോത്രം പാഷൻ വീക്കാണ്. പെസഹ വ്യാഴം, ദുഃഖ വെള്ളി, ദുഃഖ ശനി, ഏറ്റവും ഒടുവിൽ ഈസ്റ്റർ. ഹല്ലേലൂയ. ക്രൂശീകരണത്തിൻ്റെ സത്യം ഇതാണ്. ഇന്ന് രാത്രി ദൈവം എനിക്ക് തന്ന പ്രാപ്തിയിൽ ഞാൻ ക്രൂശിനെ ഉയർത്തിക്കഴിഞ്ഞു. ഈ രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? കർത്താവ്, ഞാൻ എന്നെ സറണ്ടർ ചെയ്യുന്നു എന്ന് പറയാൻ. ക്രൂശിതൻ്റെ മുൻപിൽ ഞാൻ എന്നെ സറണ്ടർ ചെയ്യുന്നു എന്ന് പറയാൻ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ഏത് പ്രശ്നത്തിനും ഇവിടെ പരിഹാരമുണ്ട്. ഏത് പ്രശ്നത്തിനും ക്രൂശിൻ്റെ ചുവട്ടിൽ പരിഹാരമുണ്ട്. ഏത് പ്രശ്നത്തിനും ക്രൂശിൻ്റെ ചുവട്ടിൽ പരിഹാരമുണ്ട്. ക്രൂശിൽ മാത്രമേ പരിഹാരമുള്ളൂ. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ക്രൂശിന്റെ ചുവട്ടിൽ പരിഹാരമുണ്ട്. സ്തോത്രം. വാ നീ യേശുവിങ്കൽ വാ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ, നിന്റെ ഹൃദയത്തിൽ അവനിടം താ. പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ദയവായി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. കണ്ണുകളെല്ലാം ഒന്ന് അടച്ച്, അതരങ്ങളെല്ലാം ഒന്ന് തുറന്ന്. ഈ സമയത്ത് ആരും ഈ ഗ്രൗണ്ട് വിട്ട് പുറത്തു പോകരുത്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, ആത്മാവിൽ ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ട്. ഈ രാത്രി എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചില കുടുംബങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവാഴമായി സ്പർശിക്കുകയാണ്. ചില വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവാഴമായി സ്പർശിക്കുക. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചു, എല്ലാ കണ്ണുകളും നടച്ചു, എല്ലാ ആദരങ്ങളും ഒന്ന് തുറന്നു. ഹല്ലേലൂയ. ഈ രാത്രി ആ ക്രൂശിക്കപ്പെട്ടവനോടൊന്ന് സംസാരിച്ചു തുടങ്ങ്. ക്രൂശിക്കപ്പെട്ടവനോടൊന്ന് സംസാരിച്ചു തുടങ്ങ്. കർത്താവേ, എന്നെ വിടുവിക്കണമേ. വാ തുറന്നു പറ, വാ തുറന്നു പറ, വാ തുറന്നു പറ. ലജ്ജ കൂടാതെ വാ തുറന്ന് കണ്ണുകൾ അടച്ച്. ഒരുപക്ഷെ നിങ്ങളൊരു യുവാവാകാം, യുവതിയാകാം, ഒരുപക്ഷെ നിങ്ങളൊരു ശുശ്രൂഷകനാകാം, നിങ്ങൾ ആരുമാകട്ടെ, ആത്മാവിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. ആത്മാവിൽ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചോ.
പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ചില കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നു. യേശുവിൻ്റെ നാമത്തിൽ ചില എതിർമണ്ഡലങ്ങൾ തകരപ്പെടട്ടെ, ചില എതിർമണ്ഡലങ്ങൾ തകരപ്പെടട്ടെ. ഈ രാത്രി സറണ്ടറായി എന്ന് പ്രാർത്ഥിച്ച കർത്താവേ, എൻ്റെ ജീവിതത്തെ മാറ്റണമേ. ഇന്ന് രാത്രി എൻ്റെ പ്രിയ സുഹൃത്തെ, കുരുങ്ങിയതുപോലെ ഭൗതിക മണ്ഡലത്തിൽ, ശാരീരിക മണ്ഡലത്തിൽ, മാനസിക മണ്ഡലത്തിൽ കുരുങ്ങിയതുപോലെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ വിടിവിക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. വിശ്വസിച്ച് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്, ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. ഇതൊരു ദൈവപ്രവൃത്തിയുടെ രാത്രിയാണ്, ഇതൊരു ദൈവപ്രവൃത്തിയുടെ രാത്രിയാണ്. ഓ ജീസസ്, എനിക്കൊരായുസ്സുണ്ടെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും എന്ന് പറയാൻ ഈ ഗ്രൗണ്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടയാളമായിട്ട് നിങ്ങളുടെ വലങ്കരങ്ങളെ ഒന്ന് ഉയർത്താം. ഇതുവരെ ഞാൻ യേശുവിന് വേണ്ടി എന്നെ സമർപ്പിച്ചിട്ടില്ല, ഇന്ന് രാത്രി ഞാൻ എന്നെ തരുന്നു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് അതത്രേ. അടുത്ത ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുക. ഇതുവരെ ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല, ഒരവസരം കിട്ടിയാൽ ഞാൻ സ്നാനപ്പെടുമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? യേശുവിനോട് ചേരുന്നതാണ് സ്നാനം. ആരെങ്കിലും പരസ്യമായിട്ടത് പറയാൻ മനസ്സുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഹല്ലേലൂയ. ആ കരത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ.